ഒരു മുതലാണ് ഒറിജിനൽ സാധനം എല്ലാം ഒറിജിനലാണ്. മാർക്കറ്റിനകത്ത് നമ്മൾ ആന വണ്ടി കണ്ടില്ല, നമ്മൾ ഈ സാധനം 1000 രൂപയ്ക്കാണ് കണ്ട്, പക്ഷെ ഇവിടെ 750 രൂപ. ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ ഉക്കടത്തിൻ്റെ അടുത്തുള്ള മരക്കടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ഓൾഡ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് വീഡിയോ സീരീസിൽ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വെൽക്കം ടു മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റ് ഓണാവുന്നത് ഈ ഒരു ഏരിയയിലാട്ടോ. അതായത് റോഡിൻ്റെ 2 സൈഡിലാണ് മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടാറ്റു അടക്കം പ്ലാറ്റ്ഫോമിലിരുന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഷർട്ടിൻ്റെ സെക്ഷനുണ്ട്. ഭയ്യ കിത്തനോ? 4 പീസ് 1000. ഈ ഷർട്ടൊക്കെ 4 പീസ് 1000 രൂപയുള്ളൂ കേട്ടോ. അത് ഒരു പാക്ക് ചെയ്തിട്ട് സൈസും കണക്കിൽ ഇങ്ങനെ വരുന്നു. നമ്മൾ ബാംഗ്ലൂരിൽ കണ്ടത് ജീൻസ് ആയിരുന്നു, ഇവിടെ ഷർട്ട്. 100 രൂപ 150 രൂപയ്ക്കുള്ള ചെരുപ്പ് സെക്ഷൻ കേട്ടോ. ഫുള്ളും ഷൂസും ആ ഒരു പ്രൈസ് തന്നെ. ചെരുപ്പും ഷൂസിനും 150 റുപ്പീസ്. ഇത് കൊള്ളാവുന്ന പരിപാടി കേട്ടോ. ബാംഗ്ലൂർ നോക്കുമ്പോഴെല്ലാം 300 350. അതുപോലെ തിരൂർ നോക്കിയപ്പോഴും 300 350 ആയിരുന്നു. ഇത് 250 റുപ്പീസാണ് പറയുന്നത്. പഴയകാലത്തെ കുറേ റേഡിയോകൾ കേട്ടോ. പാനാസോണിക്കിൻ്റെയും ഫിലിപ്സിൻ്റെയും JVCയുടെ ഒക്കെ പഴയ കാസറ്റൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന സെറ്റുകൾ, പഴയകാല DVD പ്ലെയർ, സ്പീക്കർ, ഹോം തിയേറ്റേഴ്സ്, ഇതൊക്കെ ഒരു 1000 റുപ്പീസ് അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 1500 റുപ്പീസ്, അങ്ങനത്തെ കുറേ കളക്ഷൻസാണ്. ഈ കാണുന്ന സ്പീക്കറൊക്കെ 1000 ഉള്ളിലുള്ളൂ. പവർ ബാങ്കിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് 300 റുപ്പീസ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു C ടൈപ്പ് ഒരു കേബിളും കൂടെ കിട്ടും. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ കമ്പനിയാണ്. 300 റുപ്പീസ് ഓൺലി. ചെറിയ കൗണ്ടറുകളായിട്ടാണ് ഇവിടെ ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പവർ ബാങ്ക് മുതൽ ഷേവിങ് സെറ്റ്, ട്രിമ്മർ, ഹെൽമെറ്റിലേക്ക് വെക്കുന്ന ഗ്ലാസ്സുകൾ, പിന്നെ മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ കൂടാതെ ഫാനും കാര്യങ്ങളും, സ്പീക്കർ, ചൈനീസ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ. നമ്മൾ കാറിലൊക്കെ വെക്കുന്ന ചെറിയ ഇതുപോലുള്ള ടോയ്കൾ, പിന്നെ അതുകൂടാതെ മൊബൈൽ സ്റ്റാൻഡ്, ചാർജർ, വയർ, നമ്മൾ ചെറിയ എന്താ പറയുക, നമ്മൾ ചൈന ബസാറിൽ കിട്ടുന്ന യൂസ്ഡ് സാധനങ്ങൾ, സോളാർ ലൈറ്റ്, ഇതൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസും 150 200 100 റുപ്പീസ്. ചപ്പൽസാണ് എല്ലാവിടെയും അധികമായിട്ട് കാണുന്നത് കേട്ടോ. 70 രൂപ മുതലാണ് ചെരുപ്പിൻ്റെ റേറ്റ് സ്റ്റാർട്ടാകുന്നത്. പ്ലാസ്റ്റിക് ചെരുപ്പാണ്. പിന്നെ നോർമലി ഷൂസും, പഴയ സാധനങ്ങൾ, ഡപ്പി, കുപ്പി, പഴയ വണ്ടികൾ, അതൊന്നും ഒരു യൂസ് ആവില്ല ശരിക്കും. ഇതൊരു ഡെയിലി ആളുകൾ നടക്കുന്ന, ബസ് പോകുന്ന വഴിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒന്നത്തിനും കൊള്ളാത്ത വണ്ടികൾ, മിക്സിയുടെ ചാർജ്, പഴയ വെയിറ്റ് തൂക്കുന്ന മെഷീന്, പഴയ കാർ, കുപ്പകൾ, പിന്നെ ലോക്കൽ വാച്ച്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഷോപ്പുണ്ട്. തുണികൾ റെഡിമെയ്ഡ്, പഴയ വാഷിംഗ് മെഷീൻ. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. കുറേ പഴയ യൂസ്ഡ് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. മൊട്ടൻ സ്റ്റാള്, ചപ്പൽ, ഇതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ എന്താ പറയുക സെറ്റപ്പ് എന്ന് പറയുന്നത്. മെയിൻ റോഡാണ്, അതാ കാണുന്നില്ല, ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് പോകുന്ന വഴിയിലൂടെ ഓരത്തിൽ സെറ്റ് ചെയ്തിട്ടില്ല. കുറേ പഴയ ലാൻഡ് ഫോൺ, സ്പീക്കർ, ഫിലിപ്സിൻ്റെ സെറ്റും കാര്യങ്ങൾ, ചപ്പൽസ് കണ്ടില്ലേ. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ചപ്പൽ മാർക്കറ്റ് കേട്ടോ, അല്ലാണ്ട് സൺഡേ മാർക്കറ്റല്ല. എല്ലാ ഭാഗത്തും ചപ്പൽ കൊണ്ട് വിട്ടിരിക്കാൻ. $250 റുപ്പീസിന് ഷൂസ് കേട്ടോ. ഇതൊരു ഫോം ഷൂസാണ്, പക്ഷെ നല്ല രീതിക്ക് പാക്ക് ചെയ്തിട്ട് ഇവരത് എന്താ പറയുക സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഷോപ്പിൻ്റെ മലയാളിമാർ. ഈ പഴയ മൊബൈലൊക്കെ ഉണ്ടല്ലോ, അതായത് ക്യാമറ ഇല്ലാത്ത, ആൻഡ്രോയിഡ് അല്ലാത്ത ആ ഒരു കാലത്ത് ഇറങ്ങിയ ഫോണുകൾ, അതെല്ലാം 1500 രൂപ 1000 രൂപയ്ക്ക് വിൽക്കുന്നു. വാച്ചും കാര്യങ്ങൾ കണ്ടില്ല. ചപ്പൽ എല്ലാവിടെയും ചപ്പലാണ്. വീണ്ടും ഒരു ചപ്പൽ ഷോപ്പ് കണ്ടില്ല. ഈ ഒരു മാർക്കറ്റ് വരികയാണെങ്കിൽ
നിങ്ങൾക്ക് മുതലാവുന്ന ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വാച്ചസ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഫസ്റ്റ് ട്രാക്കിൻ്റെയും വിവിധ തരം ടൈറ്റൻ്റെ ഒക്കെ ബ്രാൻഡഡ് സാധനം. അതിൻ്റെ യൂസ്ഡ് സെയിൽ കേട്ടോ. അതിൻ്റെ പ്രൈസ് വരുന്നത് 500 റുപ്പീസ്. 500 റുപ്പീസ്ക്ക് ഇങ്ങനത്തെ വാച്ച് അതൊരു വർത്തന കേട്ടോ. ഇത് കൂടാതെ ഈ ബോക്സിൽ വിവിധ ബ്രാൻഡ് എല്ലാം ബ്രാൻഡഡ് ആണ്. എவ்வளோ ബ്രാൻഡ് இருக்குது சார்? எல்லா பிராண்ட் இருக்கு. இந்த மாதிரி ஃபாசில், டிசார்ட் எல்லாமே பிராண்டட் வரும். இந்த மாதிரி பிராண்டட் இருக்குது. இதெல்லாம் ஃபாசில் வாட்சஸ். ഇതെല്ലാം 500 റുപ്പീസാണ് ഒരു പറയുന്നത്. നല്ല ഒറ്റ പ്രൈസ്. ഇതിൽ ബാർഗെയിനിങ് ഒന്നുമില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ പീസുകളാണ്. ഓട്ടോമാറ്റിക് 500 റുപ്പീസിന് അതെല്ലാം. പക്ഷെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് 500 റുപ്പീസിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതൊരു മുതലാണ്. ഒറിജിനൽ സാധനം എല്ലാം ഒറിജിനലാണ്. ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ബ്രാൻഡഡ് വാച്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. 500 റുപ്പീസിന് അതൊരു മുതലാണ്. കോയമ്പത്തൂർ വരുന്നവർ ഈ സൺഡേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ വാച്ചും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഇതാ കുറേ എന്താ പറയുക CCTV ക്യാമറകളുണ്ട്. ഇത് നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ കണ്ടത് ഈ സാധനമാണ്. അതായത് എவ்வளோ റേറ്റില്ല? എவ்வளോ? 200 രൂപയ്ക്ക് CCTVയുടെ ക്യാമറകൾ വർക്കാവും അറിയാം. 100 രൂപ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ പെർഫ്യൂമും കാര്യങ്ങളും അത്തരം അത് 200 റുപ്പീസ്. ആ ഒരു സെക്ഷൻ എല്ലാം പഴയ സെറ്റുകൾ പുറകിൽ പഴയ ലാൻഡ് ഫോൺ കാണുന്നുണ്ടല്ലേ. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉപയോഗം ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാർക്കറ്റ് പെർഫെക്റ്റ് ആട്ടോ. അവർക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും പാത്രങ്ങൾ, ഡ്രസ്സ്, ചപ്പൽസ് എല്ലാം നമുക്ക് വന്ന് ഈ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സൺഡേ കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കാര്യം ഇവർ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എന്താ പറയുക കൗണ്ടറിൽ സാധനങ്ങൾ വെക്കുന്ന ആളുകൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവർക്ക് എന്തോ ഒരു ചെറിയൊരു പേടി പോലെ ഒരു മടി, എന്നെ വീഡിയോ എടുക്കലേ എന്ന് പറയും ചില ആളുകളുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാ വീഡിയോസും നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില സാധനങ്ങളൊക്കെ നമുക്ക് അവരുടെ ഫേസ് കാണിക്കാതെ എടുക്കാനും പറ്റി. അപ്പോൾ മാർക്കറ്റ് ഓക്കെയാണ്, വലിയ മോശമായിട്ടൊന്നും പറയാനില്ല. ചപ്പൽസ് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ കോയമ്പത്തൂരൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ ബേസിക് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ പരിസരം ഇതിനായിട്ട് വരണമെന്നില്ല, ഈ പരിസരത്ത് വന്ന് പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ വൺ ടൈം ഒന്ന് കയറി നോക്കാവുന്നതേ ഉള്ളൂ. ഭയ്യ കിട്ടോ 750 750 രൂപയ്ക്ക് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിൽ ഈ സാധനം 1000 രൂപയ്ക്കാണ് കണ്ടത്. പക്ഷെ ഇവിടെ 750 രൂപ ഉള്ളൂ. ക്വാളിറ്റിയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂരിലും കണ്ടായിരുന്നു കേട്ടോ. 300 രൂപ 400 രൂപയ്ക്കൊക്കെ ചെറിയ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ്. രസമുണ്ട്. അയ്യോ വെക്കാൻ പറ്റുന്നില്ല. ഇതും രസമുണ്ട്. ഇത് 300 രൂപ എന്നല്ല, ചെറിയ പൈസ ഉള്ളൂ. പ്രൈസ് കിട്ടുന്ന പോയാൽ 600. ഇത് 600 രൂപ. ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല യൂസ് ആവും. അത് 350. ക്യാ ഫറഖ് ഉസ്മേ? ആ സൈസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കേട്ടോ. ഇത് 350, വലുത് 400 രൂപയാണ്. ഞാൻ ഈ വഴിക്ക് വരുമ്പോൾ കണ്ട ഒരു മനോഹരമായിട്ടൊരു കാഴ്ച കേട്ടോ. അതായത് റോഡിൻ്റെ അരികത്ത് മെഷീൻ ഇട്ടിട്ട് ആളുകൾ തേച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് തയ്ക്കാനായിട്ട് കുറേ ആളുകൾ നമ്മൾ പഴയ തുണികളൊക്കെ തെക്കുന്നുണ്ടല്ലോ, അത് എന്താ പറയുക അതിന് ഒരു സെക്ഷൻ റോഡിൻ്റെ അരികത്ത് കുറേ ആളുകൾ മെഷീൻ ഇട്ടിട്ട് ഒരു നല്ല രസമുണ്ട് കാണാൻ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ടൈലർ ഷോപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള സെപ്പറേറ്റ് ഷോപ്പല്ലേ, ഇതങ്ങനെയല്ല. റോഡിൻ്റെ പരിസരത്താണ് ഇവർ മെഷീനും ഒരു ബെഞ്ചും ഇട്ടിട്ടാണ് ഇവരുടെ പണി നടക്കുന്നത്. അത് വിൽക്കാനായിട്ട് കുറേ ആളുകളുണ്ട്. ഇതുണ്ടല്ലേ ജീൻസ് ഓൾട്ടർ ചെയ്യാനും ചുരിദാറും ഡ്രസ്സും കയറിയ ഡ്രസ്സൊക്കെ തയ്ക്കാനൊക്കെ കുറേ ആളുകൾ. ഒരു ചങ്ങായി ഉണ്ടല്ലേ, ആൾ ജീൻസൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു കൊച്ച് അവിടെ ഉടുപ്പും കാര്യങ്ങളൊക്കെ തിക്കാൻ വന്നിട്ട് കുറേ തുണികളും മാർക്കറ്റൊക്കെ ആയിട്ട്. ഇത് ശരിക്കും നമ്മൾ മറക്കട കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്, അതിൻ്റെ പരിസരമാണ്. ഇതിനെ ഗാന്ധിപുരം എന്നാണ് ഈ സ്ഥലത്തിന് പറയാം കേട്ടോ. ചരിത്രത്തിൽ പേര് മറന്നു പോയതാണ്. കോയമ്പത്തൂർ മറക്കട മാർക്കറ്റ് സൺഡേ വിശേഷങ്ങളും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് അടുത്ത സ്പോട്ടിലേക്ക്. അപ്പോൾ മാർക്കറ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കാണുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കുറേ വീഡിയോകളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരു കമൻ്റായിട്ട് നൽകണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.